കൊല്ലത്ത് നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്കായുള്ള സ്വർണ്ണക്കപ്പ് കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ചു. വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഘോഷയാത്രയായാണ് കപ്പ് കൊല്ലത്ത് എത്തിക്കുന്നത്. വികാരവായ്പോടെയാണ് ഈ യാത്രയയപ്പ്. തിരിച്ചു കൊണ്ടുവരാനായി കൊണ്ടുപോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, കൊല്ലത്ത് നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്കായുള്ള സ്വർണ്ണക്കപ്പ് കോഴിക്കോട് നിന്നും യാത്ര തിരിച്ചു. കോഴിക്കോടിന്റെ മണ്ണിൽ നടന്ന 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയികളായി ഇവിടെ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഈ സ്വർണ്ണക്കപ്പ്. മഹാകവി വൈലോപ്പള്ളിയുടെ നിർദ്ദേശത്തിൽ ചിറൻകീഴ് ശ്രീകണ്ഠൻ നായരാണ് 117.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് പണിതീർത്തത്. കപ്പ് ഇത്തവണയും കൈവിട്ട് കൊടുക്കില്ലെന്ന് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് മേയർ ബീന ഫിലിപ്പും കോഴിക്കോട്ടെ കുട്ടികളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നിശ്ചയമായും അത് തിരിച്ചു കൊണ്ടുവരും എന്ന ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ ഇന്ന് ഇവിടെ ഈ ജാഥ അല്ലെങ്കിൽ ഈ കപ്പ് കൈമാറുന്ന അടുത്ത ജില്ലയിലേക്ക് കൈമാറുന്ന ചടങ്ങിനായി എത്തിയിട്ടുള്ളത്. 8-ാം തീയതി കപ്പ് കലോത്സവം കഴിഞ്ഞ് തിരിച്ചു കൊടുത്താൻ എത്തിയിരിക്കും. അത് നമ്മളെ കോഴിക്കോടിന്റെ ഉറപ്പാണ്. മാനാഞ്ചിറ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വർണ്ണക്കപ്പ് ഇതുപോലെ ഒരു ഘോഷയാത്രയായി കൊണ്ടുപോകുന്നത്. തുടർച്ചയായി 3 വർഷം കപ്പ് നേടിയതിൻ്റെ ചരിത്രമുണ്ട് കോഴിക്കോടിന് പറയാൻ. ഇത്തവണ ഈ കപ്പ് കൊല്ലത്തേക്ക് യാത്രയക്കുമ്പോഴും തിരിച്ചെത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ ചടങ്ങുകൾ. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയോടൊപ്പം ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്.